സാമ്പത്തിക തട്ടിപ്പിൽ ഏറ്റവും അധികം വീഴുന്നത് മലയാളികളാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലൻ പറഞ്ഞു. കേരളത്തിൽ നല്ല വിദ്യാഭ്യാസവും പുരോഗതിയും ഉണ്ടെങ്കിലും ഏറ്റവും അധികം അബദ്ധത്തിൽ ചാടുന്നത് മലയാളികളാണ്. നോട്ട് ഇരട്ടിപ്പ് കേട്ടാൽ അതിന് പിന്നാലെ ചെല്ലുമെന്നും മന്ത്രി പറഞ്ഞു. ചെറുപുഴയിൽ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പറയുന്നത് നമ്മുടെ നാട്ടിലെ നല്ല വിദ്യാഭ്യാസവും വലിയ പുരോഗതിയുള്ള സ്ഥലമാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് അബദ്ധത്തിൽ ചാടുന്ന ആളുകൾ കേരളക്കാരാണ്. അത് പ്രധാനമായിട്ടും സാമ്പത്തിക തട്ടിപ്പിൽ പോയി വീഴുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളക്കാരാണ്. പാതി വില തട്ടിപ്പ്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളൊക്കെ പകുതി വില തന്നാൽ നിങ്ങൾക്ക് തയ്യൽ മെഷീൻ തൊട്ട് സ്കൂട്ടർ തൊട്ട് അതിനേക്കാൾ വിലയുള്ള സാധനം തരാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് എത്ര കോടിയാണ് പോയത്. ആ ചെറുപ്പക്കാരന് 22 വയസ്സുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ ഇതേപോലെ നടന്നു. ഓരോ മേഖലയിൽ നടക്കുന്നതാണിത്. ഇഷ്ടം പണം കൊടുത്താൽ ഇരട്ടിക്കും എന്ന് പറഞ്ഞാൽ മലയാളിക്ക് നിയന്ത്രണം കിട്ടുന്നത്. എന്നാൽ എങ്ങനെ ഈ പണം ഇരട്ടിക്കും എന്നുള്ളതിന് കണക്ക് വേണ്ടേ? അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റിനകത്ത് തന്നെ ഞങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്തൊരു കാര്യം കണ്ടു. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഫിനാൻഷ്യൽ ലിറ്ററസി വേണം. നമുക്ക് പലതിനും ലിറ്ററസി ഉണ്ട്. 100 രൂപ ഇട്ടാൽ അത് ഒരു മാസം 100 രൂപ അല്ലെ ഒരു വർഷം 100 രൂപ 100 രൂപ ഇട്ട് 200 രൂപ കിട്ടൂല. ലോകത്ത് ഒരു ബിസിനസ്സിന് അതിനേക്കാളും ഇത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. കൊള്ളയടിക്കാൻ വല്ലതും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ മോഷണത്തിനോ പിടിച്ചോറിക്ക് അല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരിടത്തും കിട്ടില്ല. അത് പിടിച്ചോറി മോഷണം നിയമപരമല്ലല്ലോ. നിങ്ങൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മാസവും 25 രൂപ വെച്ച് തരാം, അല്ലെ 10 രൂപ വെച്ച് തരാം, ഒരു വർഷം 100 രൂപ, എന്ന് പറഞ്ഞാൽ 100% തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിച്ച് പോകുന്നവർ നിങ്ങൾ വിചാരിക്കും പാവപ്പെട്ടവർ സാധാരണക്കാരാണല്ല. സെൻട്രൽ ഗവൺമെന്റ് വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാര്, ശാസ്ത്രജ്ഞന്മാര്, കേരളത്തിലെ കോളേജ് പ്രിൻസിപ്പൽമാരൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ പണം പോയി വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തും ചില പരാതികളായിട്ട് വരുമല്ലോ ഈ പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ. അങ്ങനെ അബദ്ധപ്പെടുന്നുണ്ട്. അവിടെയാണ് കൃത്യമായ സുരക്ഷിതത്വമുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട്. ഞാൻ ട്രഷറി മാത്രമല്ല, KSFE കേരളത്തിലെ ധനകാര്യ സ്ഥാപനമാണ്, ഗവൺമെന്റിന്റെ ശുദ്ധി സ്ഥാപനമാണ്. അഭിമാനത്തോടെ പറയട്ടെ, 70,000 കോടിയായിരുന്നു 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ബിസിനസ്. 1 ലക്ഷം കോടിയിലേക്ക് അതിന്റെ ബിസിനസ് വരിക. കേരളത്തിലെ KSFE 1 ലക്ഷം കോടി. KSFE 10,000 കോടിയിലേക്ക് എത്തും. ട്രഷറി ഞാൻ ഈ പറഞ്ഞ 2 ലക്ഷം 3 ലക്ഷം കോടിയുടെ ബിസിനസ്സാണ്. നമ്മുടെ നാട്ടിൽ ഈ പുരോഗതി ഉണ്ടാകുന്ന ഈ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ അത്രയും കൃത്യമായി നടത്തുന്നത് ഗവൺമെന്റിന്റെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ല് ട്രഷറിയാണ്. ആ ട്രഷറിയെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കുകയും ഗ്യാരണ്ടീഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാൻ. ഇപ്പൊ കേരളത്തില് ഏകദേശം 28 ട്രഷറി കഴിഞ്ഞ 2-3-4 വർഷത്തിനിടയിൽ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ തുടങ്ങിയ പ്രവർത്തനമാണ്. ഇതിപ്പോ MLA പറഞ്ഞു, 1ാം പിണറായി സർക്കാരിന്റെ 5 വർഷക്കാലം, 2ാം പിണറായി സർക്കാരിന്റെ 4 വർഷം, അങ്ങനെ 9 വർഷമായി. 4ാം വർഷത്തിന്റെ വാർഷിക പരിപാടി ഉദ്ഘാടനമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരൊക്കെ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് നേട്ടങ്ങളെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഉള്ളവരെല്ലാം ഇവിടെ ഉണ്ടാവും, അനുകൂലവും പ്രതികൂലവും ഒക്കെ. പക്ഷെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്ത് പ്രതികൂലമായി പറഞ്ഞാലും വിമർശനം പറഞ്ഞാലും ഒന്നും ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെയാണ് ആളുകൾ പോകുന്നത്, കാണുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ഇതേപോലെ ഒക്കെയുള്ള ചെറുപുഴ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് മുമ്പ് പണ്ടുണ്ടായിരുന്ന റോഡും ഇപ്പോൾ ഉണ്ടായിരുന്ന റോഡും എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. റോഡിന്റെ കാര്യം മാത്രം അല്ല ഞാൻ പറയുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ മറ്റ് കാര്യങ്ങൾ, ഒരു താലൂക്കാശ് ഇവിടെ പുതിയ കെട്ടിടം കെട്ടിയിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെ പെരിങ്ങാം പുതിയ താലൂക്കാശ് 2 ഉണ്ട്. അപ്പൊ അവിടെ താലൂക്കാശ് കെട്ടിയിട്ടിരിക്കുകയാണ്. വളരെ അതിന് ഉദ്ഘാടനം ഉണ്ട്. പയ്യന്നൂര് വളരെ വലിയ സൗകര്യം ആശുപത്രി ഉണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ. ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ്. ഇപ്പം അവസ്ഥ, ചിലതിന് സൈഡില്ല, ചിലതിന് സൈസില്ല. ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല. കിട്ടണം. ABC-യുടെ ഓഫർ ഉണ്ട്, അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോ നീ എന്നോട് എന്താ പറഞ്ഞത്? ABC ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പ് കിട്ടുന്നു. ഇപ്പൊ കിട്ടിയില്ലേ? എടാ, ABC ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ്, പോരാത്തിന് വാറണ്ടി. ഇന്ന് വന്ന് നാളെ പൂട്ടിപ്പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും. പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ ഇതാണ് അവസ്ഥ. പക്ഷെ ABC അങ്ങനല്ല. കൊല്ലം 10-26 ആയേ അവർ ഈ പണി തുടങ്ങിയിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയുള്ളൂ. ABC-യിൽ പുതിയ ഓഫർ ഉണ്ട്. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം.